ഇന്ന് വളരെയധികം കാര്യങ്ങളിൽ മുൻപന്തിയിലാണ്. സാക്ഷരതയിൽ ഒന്നാമതാണ്, ആയുർദൈർഘ്യത്തിൽ ഒന്നാമതാണ്, വിവര സാങ്കേതിക വിദ്യയിൽ ഒന്നാമതാണ്. എങ്കിലും ഈ അടുത്ത കാലത്ത് വളരെ വേദനാജനകമായ ഒട്ടനേകം സംഭവങ്ങൾക്ക് നമുക്ക് സാക്ഷിയാക്കേണ്ടി വന്നു. എന്തുകൊണ്ട് 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 നിങ്ങളറിയും നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങളറിയൂ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങളറിയൂ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച വളരെ ദാരുണമായ ഒരു കൊലപാതകത്തെ കുറിച്ചാണ്. രക്ഷകൻ തന്നെ ശിക്ഷകനായ അവസ്ഥ. ചേരിയിൽ വെച്ച് ഒരു പെൺകുട്ടി ദാരുണമായി കൊല ചെയ്യപ്പെടുന്നു. ഇക്കാര്യത്തെ കുറിച്ച് പ്രതികരിക്കാനായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ലൈനിലുണ്ട്. സാർ, വളരെ ശക്തവും വ്യക്തവുമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഇക്കാര്യത്തെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാൻ നമ്മുടെ കൂടി സുന്ദരൻകുട്ടി സാർ ലൈനിലുണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ കലാലയ ജീവിതത്തിലെ ചില സംഭവങ്ങളിലേക്കാണ് ഓർമ്മ വരുന്നത്. എന്റെ കലാലയ ജീവിതത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങളുടെ പേരിൽ ചില സുഹൃത്തുക്കൾ നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിലെ തത്സമയ സംസാരത്തിലേക്ക് പോകാം. ഇത് സംഭവിച്ചു കഴിഞ്ഞത് ഇനി എങ്ങനെ ഇത് സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. जाने वाले ट्रेन परशुराम एक्सप्रेस प्लेटफॉर्म नंबर 1 से खड़ी है. തിരുവനന്തപുരത്ത് നിന്നും ഡൽഹി വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ഡൽഹി വരെ സഞ്ചരിക്കുന്ന ഈ കുഞ്ഞാടിന് യാത്രയെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. അടുത്തിരുന്നാലേ അതെനിക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. എന്താ സാർ പ്രശ്നം? മുട്ടിരുന്നാലേ അവന്മാരെ താൻ എത്തുള്ളൂ. ഞാനിപ്പോ എന്താ ചെയ്തത്? താൻ ഒരു കാര്യം, ഞാൻ അടുത്ത കമ്പാർട്ട്മെന്റിൽ പോയി. സാർ ഇത് എന്റെ സീറ്റാണ്. ഡു വാട്ട് ഐ സേ, ജസ്റ്റ് ഗോ. ഇത് കണ്ടൊന്നും പേടിക്കണ്ട കേട്ടോ. സുന്ദരിയാണ്, സുന്ദരി. ആ വേർഡ് വേണം. സുന്ദരിയാണ്. ഞാനൊരു പാവമാണ്. കുട്ടി അതൊരു സുന്ദരിയാണ് കേട്ടോ. കുട്ടി ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. ഞാനൊരു പാവ. നാളെയാണ് കാര്യമംഗളം. നാളെയാണ് താലിമംഗളം. നീയും വരങ്ങളായി വന്നു വേണം ചടങ്ങ് മോടിയാക്കുവാൻ. സുന്ദരി ഒന്നൊരുങ്ങിവ, നാളെയാണ് താലിമംഗളം. കുട്ടി നമുക്ക് അല്ലടാ, അത്ര പിന്നെ യാത്രി വിശ്വാസി പറഞ്ഞു നിങ്ങൾ. റൊമാൻസ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നിച്ച്. ഓക്കെ ഓക്കെ. നല്ല സൗണ്ട് വേണം, നല്ല സൗണ്ട് വേണം, നല്ല സൗണ്ട് വേണം. റൊമാൻസ് ആകാം. ഇത് ഓരോ സൗണ്ട് നല്ല സൗണ്ട് വേണം. കുട്ടി വാ, നമുക്ക് ഇത്തിരി റൊമാൻസ് ആകാം. രാത്രി ശുഭരാത്രി നടന്നോ കുട്ടി? ഞാൻ ഒരുപാട് മോഹിച്ചു പോയി. ഇത്തവണയെങ്കിലും എനിക്ക് വരണം. അത് വെറും
എക്സ്ക്യൂസ് ആണ്. എക്സ്ക്യൂസ് ആണ്. വെറും എക്സ്ക്യൂസ് ആണ്. നല്ല കയ്യിൽ പൊതിച്ചോറുണ്ടെന്ന് കരുതി ആരെങ്കിലും നല്ല യുവസമൃദ്ധമായ സദ്യ വേണ്ടെന്ന് വെക്കും. അത് ചേട്ടത്തിന് ചോദിച്ചു. കയ്യിൽ പൊതിച്ചാറുണ്ടെന്ന് കരുതി യുവസമൃദ്ധമായ സദ്യ കണ്ടാൽ ആരെങ്കിലും വേണ്ടാന്ന് വെക്കൂ. കടന്നു വാ, ഇങ്ങോട്ട് വരൂ. ഒരു തവണയെങ്കിലും എനിക്ക് വേണം നിന്നെ. മാമ്പഴത്തിന് മധുരമേറും. മാമ്പഴത്തിന് മധുരം കൂടും. തല്ലി പഠിപ്പിച്ചാലും ഞാൻ കഴിക്കും. ഞാൻ തിന്നും. കടന്നു വരൂ. രക്ഷിക്കണേ. അല്ലെങ്കിൽ കൂടെ ഭയങ്കരമായിട്ടാണ് ആലോചിക്കുന്നത്. കൊണ്ട് നിൽക്കുന്ന കർമാന്തിക്കുന്ന കണ്ണിറുക്കി കാരനെ പോലെ പതുക്കെ മാറും. നിങ്ങളറിയൂ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, നിങ്ങളറിയൂ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, നിങ്ങളറിയൂ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. എന്റെ കൺക്ലൂഷൻ അന്നേരത്തിന് അവന് എഴുന്നേറ്റോടാ. യുവാക്കളെ, യുവജനങ്ങളെ, എന്തുകൊണ്ട് നിങ്ങളിത് കാണുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ ഇത് കാണുന്നില്ല? ഈ അവസ്ഥ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ അമ്മയ്ക്കോ നമ്മുടെ പെങ്ങൾക്കോ ആണ് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുമായിരുന്നില്ല? നിങ്ങളറിയൂ നിങ്ങളെങ്ങനെ നിങ്ങളായ